എനിക്ക് ഞാൻ മലയാളിയാണെങ്കിലും ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം തമിഴ്നാട്ടിലാണ്. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷെ വായിക്കാനോ എഴുതാനൊന്നും അറിയില്ല. പിന്നെ മലയാള സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട്ടിൽ ഞങ്ങളുള്ളവർക്ക്, തമിഴ് ജനതയ്ക്കും ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് അത്ഭുതത്തോടു കൂടി കാണുന്നതാണ്. കാരണം അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഇത്രയ്ക്കും നല്ല മലയാള സിനിമകൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിലേക്ക് വരണമെന്ന് ഉറപ്പായിട്ടും ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് തമിഴുമായിട്ടാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആ തമിഴിന്റെ കൾച്ചറിലും തമിഴിന്റെ രീതിയിലേ എനിക്ക് ചിന്തിക്കാൻ പറ്റിയിട്ടുള്ളത്. മലയാളമായിട്ട് അത്രയും വലിയ കണക്ഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഇത് തമിഴ് സിനിമയായത്. അതിന്റെ ബാക്കി ഞാൻ പറയാം. അപ്പൊ അഭിലാഷ് വന്ന് കഥ പറയുമ്പോൾ എനിക്കൊരു ഇതുണ്ടാവല്ലോ, മലയാളത്തിൽ എടുക്കണോ തമിഴിൽ എടുക്കണോ എന്നുള്ളത്. അഭിലാഷിന് കണക്ഷൻ ഉള്ള ആർട്ടിസ്റ്റ് തമിഴിലായിരുന്നു. ഇതും കൂടിയാണ് അടുത്ത റീസൺ ഞാൻ തമിഴ് കമ്മിറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമുക്ക് പരിചയമുള്ള ടെക്നീഷ്യൻസ് മുഴുവൻ മലയാളികളാണ്. അതാണ് എളുപ്പം കോർഡിനേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മുടെ ടെക്നിക്കൽ സൈഡ് മലയാളത്തിലേക്ക് തന്നെ വന്നു. ഇതെന്റെ ആദ്യത്തെ നിർമ്മാണ സംരംഭമല്ല. ഞാൻ ഇതിനു മുമ്പ് ചെയ്തത് മലയാളം പടം തന്നെയാണ്, ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്നും ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമിഴിലേക്ക് വന്നത്, തായ്നിലം, അതേപോലെ റൂട്ട് നമ്പർ 17. ഈ പ്രൊഡക്ഷൻ കമ്പനിയിലുള്ള അടുത്ത ഇതും മലയാളം പടം തന്നെയാണ്. ലവ്ലി എന്ന് പറഞ്ഞിട്ട് ദിലീഷ് നായർ ഡയറക്റ്റ് ചെയ്യുന്നു, ആഷിഖ് കപൂർ ആദ്യമായിട്ട് ക്യാമറ ചെയ്യുന്ന മൂവി. ഈ നിർമ്മാണ കമ്പനി അങ്ങനെ ഫുൾ തമിഴിലേക്ക് പോയതൊന്നുമില്ല. മലയാളം തമിഴും ഒക്കെ ഉണ്ട്. കിട്ടിയ അവസരങ്ങൾ ഏതാണെങ്കിലും നോക്കും, പൈസ തിരിച്ചു കിട്ടണം. ഒരു തമിഴ് ചിത്രം ചെയ്യുമ്പോൾ അതിന്റെ മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതേപോലത്തെ ഒരു ചിത്രം, പ്രത്യേകിച്ച് ഒരു സൈക്കോ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ മ്യൂസിക്കിന് അത്രയും ഇമ്പോർട്ടൻസ്, ഇന്റൻസീവ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു തമിഴിലൊരു തുടക്കം എടുക്കുമ്പോൾ എത്രത്തോളം പ്രോബ്ലം അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കേക്ക് പോക്ക് എന്ന് പറയാലോ. ഞാനിവിടെ മലയാളിയാണെങ്കിലും 20 വയസ്സുള്ളപ്പോൾ തമിഴ്നാട്ടിലേക്ക് കുടിയേറിയവരാണ്. എൻ്റെ 65 വയസ്സ് വരയ്ക്കും, അതായത് ഏതാണ്ട് ഒരു 45 വർഷം തമിഴ്നാട്ടിൽ തമിഴ് ജനതയുടെ കൂടെ തെലുങ്ക്, ഹിന്ദി. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡിങ് പങ്കെടുത്ത ഒരു വയലിനിസ്റ്റ് ആയിരിക്കും. മേ ബി ദ നമ്പർ 1. അതെനിക്കറിയാം. കാരണം അത്രമാത്രം ഞാൻ വയലിലൂടെയാണ് ചെന്നൈയിലേക്ക് കയറിയത്. പിന്നെ എൻ്റെ തലയിലെടുത്ത് ഭരതേട്ടൻ മാറ്റി. പക്ഷേ ഞാൻ അവിടെയാണ് ജീവിച്ചത്. എൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ എല്ലാവരും തമിഴിലായിരുന്നു. ഞാൻ മലയാള പടത്തിന് കൂടുതലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം പടത്തിന് മ്യൂസിക് ചെയ്യും. പക്ഷേ ഞാൻ അപ്പോഴും ഒരു വയലിനിസ്റ്റായിട്ട് ഈ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഈ പടങ്ങളിലൊക്കെ ഡെയിലി റെക്കോർഡിങ്. അപ്പം അന്നന്ന് നടക്കുന്ന അപ്ഡേഷൻസ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തമിഴ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല. എൻ്റെ മദർ ടങ്ങിനെ നെക്സ്റ്റ് കണ്ടു നിൽക്കുന്ന ഒരു ഭാഷയാണ് തമിഴ്. പിന്നെ ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് പടങ്ങളും ഇതൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഡെയിലി രാത്രി 1 or 2 പടം കാണും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് പുതിയത് എന്താണെന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പണ്ട് മുതലേ എങ്ങനെയായിരുന്നു ഈ ഇംഗ്ലീഷ് ഫിലിംസിന്റെ ട്രാക്ക്. അന്ന് എനിക്ക് തോന്നുന്നത് ആരും അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ തേടി പിടിച്ച് അന്നൊരു 45 കൊല്ലം മുമ്പ് അന്ന് കാസറ്റ്, TDK കാസറ്റില് നമ്മൾ ഈ മ്യൂസിക് കടകളിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കും ഇതിന്റെ സൗണ്ട് ട്രാക്ക്. അതിൽ ഡയലോഗുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ കേട്ട് പരിശീലിച്ചതാണ്. അതാണ് ദാറ്റ് അപ്ഡേറ്റഡ് മീ. അതെന്നെ അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, ഏതൊരു പടം ചെയ്യുമ്പോഴും പടം ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു സബ്ജക്റ്റാണ്, ത്രില്ലിംഗ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഗീതം തന്നെ വരും. കാരണം അത് കുറച്ചൊക്കെ നമുക്ക് സംഗീതം ഉണ്ടല്ലോ, പരിചയം ഉണ്ടല്ലോ. അപ്പൊ സബ്ജക്റ്റ് നല്ലതല്ല, അതൊരു ഒപ്പിച്ചുണ്ടാക്കിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മ്യൂസിക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാലും അത് വർക്കൗട്ട് ആവില്ല. പക്ഷെ ഈ പടം നിങ്ങൾ കണ്ടു നോക്കുക, ഇതിൽ മ്യൂസിക് ഭീകരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നവരെല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ സ്വയം പറയുന്നതല്ല. ഞാനും ഇന്നലെ ഈ സാധനം 2 ദിവസം മുമ്പ് ഞാൻ പ്രിവ്യൂ കണ്ടുകൂടെ. പ്രിവ്യൂ കണ്ടപ്പോൾ ഞാൻ
എന്ത് ത്രില്ലിംഗ് ആണ് എൻ്റെ വരയ്ക്കും. അതിലൊരു വലിയ ഭാഗം ഞാൻ ചെയ്ത സംഗീതത്തിനും ഉണ്ടെന്നുള്ളത് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടത് ആ പടം കണ്ടപ്പോഴാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും. മനസ്സിലായി.